ഹായ് പ്ലസ് ടു മക്കളെ, നിങ്ങൾക്ക് അത്ര ഹാപ്പി ന്യൂസ് അല്ല എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾ പ്ലസ് ടു ടൈം ടേബിൾ വന്ന വിവരം മേ ബി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പലരും കാണാത്ത ഒരു കാര്യം ഇതിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. എൻ്റെ പറയിലുള്ളത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഈ മാർച്ചിൽ നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് മോഡൽ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, പ്ലസ് ടു എക്സാമും ഉണ്ട്. നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല പണി കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി ചില സബ്ജക്റ്റുകളിൽ. അത് ഏതാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചില കുട്ടികൾക്ക് നല്ല പണി കിട്ടുന്ന ഒരു ടൈം ടേബിൾ ആണ്. അത്ര ഹാപ്പി ടൈം ടേബിൾ അല്ല ഇത് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ എക്സാം, നിങ്ങൾ പ്ലസ് ടു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി മാർച്ച് 6 മാർച്ച് 6 തന്നെ നിങ്ങൾക്ക് ഫിസിക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എന്തുണ്ട്, വലിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഫെബ്രുവരി 26 കഴിഞ്ഞിട്ട് പിന്നെ എന്നാളുള്ളത് മാർച്ച് 6 വലിയൊരു ഗ്യാപ്പ് അവിടെ കിട്ടുകയാണ് അല്ലേ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 10 ദിവസം കംപ്ലീറ്റ്ലി പഠിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ CS കുട്ടികൾക്ക് ഒരു പണിയുണ്ട്. അതിൻ്റെ നേരെ പിറ്റേ ദിവസം, അതായത് മാർച്ച് 7 എന്തുണ്ട്, CS എക്സാം ഉണ്ട്. അതായത് ഒരു ദിവസം പോലും തികച്ചില്ല. നിങ്ങൾക്ക് ഫിസിക്സ് എഴുതി കഴിഞ്ഞ് 24 മണിക്കൂറിൽ CS എഴുതണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക. അപ്പോൾ CS കേസിൽ സമയം കുറവാണ്. അത് തന്നെ ഒരു മുട്ടം പണിയാണ് അവിടെ ആക്ച്വലി വെയിറ്റിംഗ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താ അറിയോ, നിങ്ങളിൽ നല്ലൊരു ശതമാനം പേരും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് ഇംഗ്ലീഷ് എക്സാം എന്നാ വരുന്നത്, പ്ലസ് വണ്ണിൻ്റെ എക്സാം അതേ ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരിക. അത് മാർച്ച് 5. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം ഇമ്പ്രൂവ് ചെയ്യുന്നു. അതിൻ്റെ നേരെ പിറ്റേ ദിവസം പ്ലസ് ടുവിലെ ഫിസിക്സ് പഠിക്കുന്നു, ഫിസിക്സ് എക്സാം എഴുതണം. CS സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം CS. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരികയാണ്. നല്ല ടെൻഷനും കാര്യങ്ങളും വരാൻ ചാൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഈ ടൈം ടേബിൾ ഒന്നും മാറുന്നു എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, മാറ്റാനും ചാൻസ് ഇല്ല. ഇത്രയും നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ കാര്യം. തീർന്നില്ല, വെയിറ്റ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി മുന്നോട്ടുണ്ട് പ്രശ്നങ്ങൾ നോക്കാം. ഇനി അടുത്ത നിങ്ങൾക്ക് CS ഫിസിക്സും CS കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയാണ് വരുന്നത്. കെമിസ്ട്രി മാർച്ച് 10. അവിടെ നിങ്ങൾക്ക് ബയോളജി സ്റ്റുഡൻസിന് 3 ഫുൾ ഡേ കിട്ടുന്നുണ്ട്. CS സ്റ്റുഡൻസിന് 2 ഫുൾ ഡേ ഉള്ളൂ. കെമിസ്ട്രി 10 ചാപ്റ്റേഴ്സ് ഉള്ളൂ. പക്ഷേ പ്ലസ് ടുവിലെ കെമിസ്ട്രി ഓർഗാനിക് ഒക്കെ അത്യാവശ്യം സമയം വേണം, പഠിക്കാൻ സമയം വേണം. എസ്പെഷ്യലി ഈ 3 ദിവസങ്ങളിൽ കണ്ടിന്യൂസ്ലി എക്സാം എഴുതുക, അല്ലെങ്കിൽ 2 ദിവസങ്ങൾ എക്സാം എഴുതിയ ആൾക്കാരൊക്കെ അതിൻ്റെ ക്ഷീണമൊക്കെ മേക്കപ്പ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ വലിയ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ കെമിസ്ട്രിക്ക് വലിയ പ്രിപ്പറേഷന് വലിയ സമയമില്ല എന്ന് തന്നെ ഞാൻ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് വളരെ കുറച്ച് വരെ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതുണ്ടെങ്കിൽ അതുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞാൽ 12 നിങ്ങൾക്ക് എന്തുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടോ മക്കളെ, സെക്കൻഡ് ലാംഗ്വേജ്. പക്ഷെ സെക്കൻഡ് ലാംഗ്വേജ് ഒരു ഫുൾ ഡേ ആണ് അവിടെ കിട്ടുന്നത്. അത് മതി എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ വലിയ കുഴപ്പങ്ങൾ വരാൻ ചാൻസ് ഇല്ല. സെക്കൻഡ് ലാംഗ്വേജ് പ്ലസ് 1 നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, പ്ലസ് 2 നല്ല മാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ പണി കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന സബ്ജക്ട് ഏതാ, കെമിസ്ട്രിയാണ്. പ്ലസ് 1 ആ എക്സാം എന്നാന്നല്ലേ, നിങ്ങൾ നോക്കിക്കോ, മാർച്ച് 10 നിങ്ങൾ പ്ലസ് 2 കെമിസ്ട്രി എഴുതുന്നു. മാർച്ച് 11 നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നില്ല വിചാരിക്കാം. മാർച്ച് 12 നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് പ്ലസ് 2 എഴുതുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നല്ലൊരു ശതമാനം പേരും കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കുന്നു. ആ ഒരു ഗ്യാപ്പിന് പ്ലസ് 2 സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചേ പറ്റൂ. അതിൻ്റെ നേരെ പിറ്റേ ദിവസം കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ്. പണിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണിയാണ്. നിങ്ങൾക്ക് ആ കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചേ പറ്റൂ. ഈ ഗ്യാപ്പിനൊന്നും പഠിക്കാനില്ല. കാരണം നിങ്ങൾക്ക് പ്ലസ് 2 തന്നെ പഠിക്കാണ്ട്. ഞാൻ പറയുന്നത് സീരിയസ് മനസ്സിലായില്ലേ, ഇനിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് തീരെ ഹാപ്പി ന്യൂസ് അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ 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 ബാഡ് ന്യൂസ് ആണിത്. തീർന്നില്ല, ഇനി മുന്നോട്ട് പോവാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറേ പേര് ബയോളജി ഇമ്പ്രൂവ് ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ടാവും അല്ലേ. അവിടെയും പണിയുണ്ട്. ബയോളജി പ്ലസ് 1 ഇമ്പ്രൂവ്മെന്റ് ഡേറ്റ് വരുന്ന മാർച്ച് 16. പക്ഷെ അതിൻ്റെ നേരെ പിറ്റേ ദിവസം മാർച്ച് 17 നിങ്ങൾക്ക് പ്ലസ് 2 മാത്സ് വരുന്നത്. അതായത് ബയോളജിയും മാത്സ് ഒക്കെ ഒരു ദിവസം ഗ്യാപ്പിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പ്ലസ് 1 ബയോളജി ഒരുപാട് ചാപ്റ്റേഴ്സ്, 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കെമിസ്ട്രി കഴിഞ്ഞിട്ട് ആ 2 ദിവസം കൊണ്ട് പഠിക്കാൻ നിന്നാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് 2 മാത്സ് പണി കിട്ടും. എന്തുകൊണ്ടും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പണിയാണ്. തീർന്നില്ല, ഇനിയുണ്ട്. അതായത് മാത്സ് കഴിഞ്ഞിട്ട്, അതായത് 17 മാത്സ് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ഇയറിൽ CS ഇമ്പ്രൂവ്മെന്റ് കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ. അവർക്ക് അവിടെ തന്നെ പിറ്റേന്നുണ്ട്. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ 3 സബ്ജക്റ്റ് അടുപ്പിച്ച് വരികയാണ്. അപ്പോൾ CS കുട്ടികൾക്കാണ് ആക്ച്വലി ഇവിടെ കൂടുതൽ പണി കിട്ടുക. ഇവിടെയും കണ്ടില്ല, ഇംഗ്ലീഷ്, ഫിസിക്സ് CS, ഇവിടെ മാത്സ് CS അടുപ്പിച്ച് വരുന്നുണ്ട്.
പണി പാളുന്നുണ്ട് അല്ലേ. തീർന്നില്ല. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് മാർച്ച് 23-നാണ്. അതിൻ്റെ നേരെ പിറ്റേ ദിവസമാണ് ബയോളജി +2 ബയോളജി വരുന്നത്. എങ്ങനെ പഠിക്കാനാ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പഠിക്കാനാ? ഇവിടെ വലിയ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് പണിയുണ്ട്. കാരണം എന്താ അറിയോ, ഈദില്ലേ നമ്മളുടെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഈ സമയത്തൊക്കെ നോമ്പാണ് കേട്ടോ. ഈ സമയത്തൊക്കെ റമദാൻ നോമ്പാണ്. അപ്പോൾ നോമ്പ് പിടിക്കുന്നവർക്ക് അതിൻ്റെതായ ഫിസിക്കലായുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നല്ല ചൂടുള്ള മാസമാണ്, ആ ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിഞ്ഞുള്ള പെരുന്നാളിൽ, ചെറിയ പെരുന്നാളില്ലേ, അത് കലണ്ടർ പ്രകാരം 20-ാം തീയതിയാണ്. അതൊരു 1-2 ദിവസം മുമ്പോട്ടോ പുറകോട്ടോ ആവാൻ ചാൻസ് ഉണ്ട്. അത് ഈ ഗ്യാപ്പിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കണം. അതിൻ്റെതായ ലീവുകളും അതിൻ്റെതായ സമയങ്ങളും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. +1 ഫിസിക്സ് എപ്പോഴാണ്? 23-നാണ്. നേരെ പിറ്റേ ദിവസം ബയോളജി. ഇനി ആശ്വസിക്കാൻ വരട്ടെ, ബയോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 25-ന് ഒരു ഫുൾ ഡേ മാത്രമേ ഉള്ളൂ. കാരണം 27 നിങ്ങൾ മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാത്സ് വരുന്നുണ്ട്. അതിൻ്റെ നേരെ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇംഗ്ലീഷ് +2 വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും +2 കുട്ടികൾക്ക് ഇതൊരു വലിയൊരു പണിയാണ്. നിങ്ങൾ +1 കുട്ടികളുടെ ടൈം ടേബിൾ നോക്ക്, ഈ സൈഡ് നിങ്ങൾ നോക്ക്, വളരെ 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 സുഖത്തിൽ തീർന്നൊരു ടൈം ടേബിളാണ്. അതിൻ്റെ കൂടെ +2 കൂടി നോക്ക്. നടപടി ആവൂല മക്കളെ. നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല, ഇത് നടപടി ആവൂല. ഇനി ഇതിൽ നിങ്ങൾ ആരും ചീത്ത വിളിക്കരുത്. വിദ്യാഭ്യാസ മന്ത്രിയെ തെറി പറയണ്ട, വിദ്യാഭ്യാസ വകുപ്പിന് തെറി പറയണ്ട, ടീച്ചേഴ്സിന് സിസ്റ്റത്തിനും തെറി പറയേണ്ട കാര്യമില്ല. അവര് നേരത്തെ പറഞ്ഞു, അവര് സൂചന തന്നു, അവർ വല്ല മാറ്റത്തിനൊക്കെ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇനി ആരും ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്നുള്ള മൂഡിലായിരിക്കും. കാരണം എന്താണ്, +2-ന്റെ കൂടെ ഈ +1 എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും എടുക്കുന്ന ഡിസിഷൻ എന്തായിരിക്കും, +1 ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നായിരിക്കും. പക്ഷെ നിങ്ങൾ അത് തോറ്റു കൊടുക്കണം, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പെർഫെക്റ്റ് ഓക്കെയാണ്. പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ടൈമുണ്ട്. ഇത് എപ്പോഴാണ് പണി പാടാന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫെബ്രുവരി ഒക്കെ ആയിട്ട് മോഡൽ എക്സാം ആയിട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ +2 തന്നെ നിങ്ങൾക്ക് തീരൂല. അതിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റും പറ്റില്ല. ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം. ഇത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കുറച്ചെന്ത് ചെയ്യണം, മനക്കരുത്തോടെ ഇത് പോരാടാൻ നിങ്ങൾ തയ്യാറെടുക്കണം. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ നവംബർ മാസം നിങ്ങൾ പഠിക്കണം. ഈ നവംബർ മാസത്തിൽ ഈ പറഞ്ഞ +2-ന്റെ നല്ല ക്രിസ്മസ് ടോപ്പിക്സും +1-ന്റെ ഇമ്പ്രൂവ്മെൻറ്റ് ടോപ്പിക്സും നിങ്ങൾ പഠിച്ചേ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ആലോചിക്കുക, ടെൻഷൻ ആവണ്ട, ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഈ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്, നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കാൻ പറഞ്ഞതല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. ഇത് അവസാന സമയത്ത് ചില ആൾക്കാർ തിരിച്ചറിയും, എന്നിട്ട് അപ്പം ചില കടുത്ത തീരുമാനങ്ങളിലേക്കും ഭയങ്കര സമ്മർദ്ദത്തിലേക്കും പോകും. ഇതിപ്പോഴേ നിങ്ങൾ അറിയുക, ഇപ്പം ടെൻസ്ഡ് ആവണ്ട. നിങ്ങൾക്ക് ഒരു കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും, പക്ഷെ സമയമുണ്ട് മക്കളെ. നിങ്ങൾ ആ ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്ത് നശിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ പഠിക്കുക, നിങ്ങൾ നന്നായി പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുന്നവരാണ്, നിങ്ങൾ സ്വയം പഠിക്കുക. ഇനി ഓൾറെഡി നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ കോച്ചിങ്ങിന് പോയിട്ട് തന്നെ പഠിക്കുക. ഇനി എവിടെയും കോച്ചിങ്ങിന് പോകുന്നില്ല, നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ കഴിയുന്നില്ല, എവിടെയെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. അത് എജുപോർട്ടിലാണെങ്കിൽ എജുപോർട്ട്, ഇനി നിങ്ങൾക്ക് ഓക്കെ ഉള്ള എവിടെയായാലും കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി സമയം എന്ത് ചെയ്യുക, ഈ ടൈം വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് മാക്സിമം ഇതിലോട്ട് നിങ്ങളെ മൈൻഡ് മാറ്റുക. ഇനി ഒറ്റ ലക്ഷ്യം മാത്രം, എങ്ങനെയെങ്കിലും ഈ +2 നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം. +1 ഇമ്പ്രൂവ്മെൻറ്റ് നഷ്ടപ്പെട്ട മാർക്ക് തിരിച്ചു പിടിക്കണം. എങ്ങനെയെങ്കിലും അടുത്ത വർഷം നല്ലൊരു കോളേജിൽ പോയി വീട്ടുകാരുടെയും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അഭിമാനമാക്കി മാറാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഡൗൺ ആവണ്ട, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഡൗൺ ആവണ്ട. ഞങ്ങൾ കൂടെ കട്ടക്ക്, നിങ്ങളെ കൂടെ എന്തായാലും കട്ടക്ക് കൂടെ നിൽക്കാം. പക്ഷെ നിങ്ങൾ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു 2 മിനിറ്റിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം, ഇത് നിങ്ങളെ സൈഡിൽ നിന്നാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. അതെൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങളെ നല്ലതിന് വേണ്ടി പറയാണ്. അപ്പോൾ നല്ലൊരു മനസ്സോടുകൂടി ഇത് പോസിറ്റീവായിട്ട് കാണുക. ഒരു പോരാടാനുള്ള മനസ്സ് നിങ്ങൾ തയ്യാറെടുക്കുക കേട്ടോ. ആൻഡ് പോരാടണം, പഠിച്ച് നിങ്ങൾ മാർക്ക് വാങ്ങണം കേട്ടോ. എന്ത് സാഹചര്യം വന്നാലും നമ്മൾ പഠിച്ച് മാർക്ക് വാങ്ങുന്നുള്ള ആ ഒരു മൂഡിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഈ ചാനൽ ഞാൻ വരാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ.